ശ്രീ എം എസ് വേണുഗോപാലിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, വാക്സിന് ശേഷമുള്ള കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വൈറസിന് പഴയ പോലത്തെ ശക്തിയില്ല. അതൊരു ആശ്വാസകരമാണ്. പിന്നെ സർക്കാർ തലത്തിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ മാത്രം കോവിഡിനെ നേരിട്ടുകൊണ്ടിരുന്ന കാലമല്ല, പ്രൈവറ്റ് ആശുപത്രികൾ ഇതിനൊപ്പമുണ്ട്. കേരളത്തിലെ ആരോഗ്യ കേരളം എന്ന് പറയുന്നത് പ്രൈവറ്റും സർക്കാരും കൂടി ചേർന്ന് അതിൻ്റെ ആകത്തുക തന്നെയാണ്. അപ്പോൾ ആരോഗ്യ മേഖല ഇതിനെ നേരിടാൻ സുസജ്ജമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനം ഇങ്ങനെ ഇത് പിന്നെ ഒരു എപ്പിഡമിക് അല്ല ഭാഗ്യവശാൽ എന്നുള്ളതുണ്ട്. ഏതെങ്കിലും തരത്തിലൊരു എപ്പിഡമിക് വന്നാൽ പോലും അത് മറികടക്കാനുള്ള വെൽ എക്വിപ്ഡ് ആണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളം. 2019 ശേഷം എന്ന് ഡോക്ടർ എസ് എസ് സന്തോഷ് കുമാർ പറയുന്നു. അദ്ദേഹം കേരളത്തിന്റെ ആരോഗ്യമേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. അംഗീകരിക്കുന്നു? ഇല്ല, ഇവിടെ കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും സംസ്ഥാനത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഭരണ സംവിധാനത്തെ സംബന്ധിച്ചോ ഒന്നും ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളൊന്നുമില്ല. ഇത് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന, നമ്മുടെ രാജ്യം നേരിടുന്ന, ലോകത്താകെ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു മഹാവ്യാധി. അത് സ്വാഭാവികമായും നേരിടാൻ നമ്മുടെ രാജ്യം ഒരു സമയത്ത് മുഴുവൻ ആളുകളും ഒരുമിച്ച് നിന്ന് അതിനോട് പടപൊരുതി. എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും അതിന് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ജനങ്ങളുടെ ആരോഗ്യവും സുരക്ഷിതമായി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന എല്ലാ സംസ്ഥാനവും അതിന്റെ കരുതലുകൾ നടത്തുകയും രൂപീകരിക്കുകയും അതിന് സംവിധാനങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ പ്രധാനമായും കാണേണ്ടത്, ഇപ്പോ നേരത്തെ കോവിഡിന്റെ ആദ്യത്തെ പ്രചരണമുണ്ടായ സമയത്തും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ച സമയത്തും ഒക്കെ കേരളമാണ് പ്രധാനപ്പെട്ട അതിന്റെ ഒരു ഉത്ഭവ കേന്ദ്രമായി ആ സമയത്ത് വന്നിരുന്നത്. കോവിഡ് കേസുകൾ ആദ്യമേ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറുന്ന സാഹചര്യമുണ്ടായി. മരണവും അതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോ നടക്കുന്ന ഇതിൽ പോലും നമ്മുടെ കഴിഞ്ഞ ജാനുവരി മാസം മുതൽ നോക്കിക്കഴിഞ്ഞാൽ മരണങ്ങൾ അതിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കോവിഡ് കേസുകൾ അതിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ രാജ്യത്ത്, ലോകത്താകെ തന്നെ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ചും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചും കോവിഡ് എന്ന് പറയുന്നത് അതിനോടൊപ്പം ജീവിക്കുക എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് നമ്മൾ എത്രയോ കാലങ്ങളായി മാറിയിരിക്കുന്നു. കോവിഡ് അതിന്റെ വകഭേദങ്ങൾ മാറി മാറി വരുമ്പോൾ പോലും അത് ജനങ്ങളുടെ ആരോഗ്യത്തെ മാത്രമല്ല ജീവനെ തന്നെ ഭീഷണിയാവുന്ന തരത്തിലേക്ക് മാറുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം കാണേണ്ടത്. അത് ഏത് ഗവൺമെന്റ് ഭരിക്കുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്നതുകൊണ്ടാണോ എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ ആരോഗ്യ മേഖല മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഒരു ആരോഗ്യ മേഖലയാണ്. അത് താഴെത്തട്ടിലേക്ക് വരെ ജനങ്ങൾക്ക് അതിന്റെ സൗകര്യങ്ങൾ ലഭിക്കാനും അവരുടെ ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കാനും ഒക്കെ സൗകര്യപ്രദമായ സംവിധാനങ്ങളും PHCകളും സംസ്ഥാന തലത്തിൽ ഉള്ള സർക്കാർ ആശുപത്രികളുടെ കാര്യത്തിലാണെങ്കിലും സ്വകാര്യ മേഖലയിലെ ആശുപത്രികളുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കൃത്യമായ പരിശോധനകൾ നടത്താനും അതിൽ നടപടികൾ സ്വീകരിക്കാനും ശക്തമായിട്ടുള്ള ഒരു സംവിധാനം നമുക്കുണ്ട്. അതേ സമയത്ത് തന്നെ ഇതിന്റെ ഡോക്ടർ സന്തോഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ അപർണയും ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ കോവിഡ് കേസുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് നേരത്തെയും ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇപ്പോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഒരു സംസ്ഥാനം കേരളമാണ് എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ മറ്റ് പല സംസ്ഥാനങ്ങളെയും എടുത്താൽ നമ്മുടെ അത്ര കൂടി ആരോഗ്യ മേഖലയിലോ സാമൂഹിക മേഖലയിലോ ഒക്കെ ശക്തമല്ലാത്ത പല സംസ്ഥാനങ്ങളും അവരുടെ കോവിഡ് ഉണ്ടായിട്ടുള്ളതിനെ സംബന്ധിച്ചുള്ള എണ്ണത്തെ സംബന്ധിച്ച് അപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട വാദം നമ്മുടെ സംസ്ഥാനം ഉന്നയിക്കുന്നത്, രാഷ്ട്രീയത്തെക്കാൾ അപ്പുറത്ത് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വാദം, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ, നമുക്ക് സന്തോഷം ഇപ്പൊ അത് സൂചിപ്പിച്ചു, ഏറ്റവും കൂടുതൽ നമ്മളുടെ പരിശോധനകൾ നടക്കുന്നു. ആ പരിശോധനകൾ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് ഒരു പരിശോധിക്കപ്പെടേണ്ട വസ്തുതയാണ് എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കോവിഡ് കേസുകളെ സംബന്ധിച്ചാണെങ്കിലും അതിന്റെ പരിശോധനകൾ നടത്തി, ഇപ്പോൾ RT-PCR ആണെങ്കിലും മറ്റ് പരിശോധനകളാണെങ്കിലും നടത്തി നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അത് പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് വസ്തുതക്ക് നിരക്കുന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഞാൻ കോവിഡ് കേസുകളുടെ ഒരു മരണത്തിന്റെ റേറ്റും കൂടി ഇതിനകത്തൊന്ന് ചേർത്ത് വായിക്കുമ്പോഴാണ് അതിന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കേണ്ടത്. അത് ഏത് ഗവൺമെന്റ് എന്ന് ഞാൻ വീണ്ടും എടുത്തു പറയാം, കാരണം ഇതിലൊരു രാഷ്ട്രീയം കാണരുത് എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മുടെ രാജ്യത്ത് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മഹാരാഷ്ട്ര സംസ്ഥാനത്താണ്. ആ സംസ്ഥാനത്ത് മുതൽ ഏറ്റവും കുറവ് കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ള സംസ്ഥാനം വരെയുള്ള 36 സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ലിസ്റ്റ് എടുത്താൽ ശരാശരി ഓരോ സംസ്ഥാനത്തും ഉണ്ടായിട്ടുള്ള കോവിഡ് കേസുകളുടെ ടോട്ടൽ എണ്ണത്തിന്റെ 8% മുതൽ 12% വരെയാണ് മരണ റേറ്റ് കാണിച്ചിട്ടുള്ളത്.
അത് വെച്ച് നോക്കിയാൽ അതിന് അനുപാതമായിട്ടാണ് കേരളത്തിലെ മരണ റേറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കോവിഡ് കേസുകൾ എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് പരിശോധന അടിസ്ഥാനത്തിൽ മാത്രമാണെങ്കിൽ അവിടെ ഡെത്ത് റേറ്റ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടേണ്ടതായിരുന്നു, നമ്മുടെ ആരോഗ്യ മേഖല സുരക്ഷിതമാകേണ്ടതായിരുന്നു. അങ്ങനെയല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കോവിഡ് അനുഭവിക്കുകയോ അതിന്റെ കെടുതിയിലേക്ക് പോവുകയോ ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ ഫലമാണ് പരിശോധിക്കപ്പെട്ടിട്ടുള്ളത് സ്വാഭാവികമായും. അല്ലാതെ കോവിഡ് കേസുകൾ ആളുകൾ വന്ന് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയും അല്ലാതെ ഹോസ്പിറ്റലുകളിൽ വരുമ്പോൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായും കോവിഡ് കേസുകളുടെ എണ്ണം കൂടി എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കുറയേണ്ടതായിരുന്നു, ഡെത്ത് റേറ്റ് നമ്മൾ കുറയേണ്ടതായിരുന്നു. പക്ഷെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഡെത്ത് റേറ്റ് കാണിച്ചിട്ടുള്ള രണ്ടാമത്തെ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ മഹാരാഷ്ട്ര വരുമ്പോൾ അല്ല, രണ്ടാമത്തെ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ഇപ്പോൾ ഈ 5 മരണം സ്ഥിരീകരിക്കുമ്പോൾ അതിൽ ഒരാൾ ഇന്ന് അത് കേരളത്തിൽ നിന്നാണ്, അതൊരു പ്രായമായ ഒരാൾ കൂടിയാണ്. അതായത് ഈ പറയുന്ന കാര്യം അതിലും ബാധകമാണ്, വളരെ വെൽ എക്യുപ്ഡ് ആണ് എന്ന് ഉള്ള വാദം തള്ളിക്കളയുക കൂടിയാണോ താങ്കൾ? ഞാൻ അങ്ങനെ പൂർണ്ണമായും തള്ളിക്കളയുക എന്നുള്ളതല്ല. നമ്മൾ ചില കാര്യങ്ങളിൽ എടുക്കുന്ന പ്രചരണമുണ്ട്. ആ പ്രചരണം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നേടാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് പ്രചരിപ്പിക്കാം, നമ്മുടെ ആരോഗ്യ മേഖല ശക്തമാണെന്ന് നമുക്ക് പ്രചരിപ്പിക്കാം. നമ്മുടെ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ ശക്തമായി മറ്റു സംസ്ഥാനങ്ങളെക്കാൾ വലുതാണ് എന്ന് നമുക്ക് പ്രചരിപ്പിക്കാം. അതൊക്കെ നമ്മുടെ ഒരു സർക്കാർ തലത്തിലുള്ള പ്രചരണത്തിന്റെ ഭാഗമായി മാത്രമേ നിൽക്കൂ. പക്ഷെ യാഥാർത്ഥ്യത്തോട് അടുത്ത് വരുമ്പോൾ അതിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇപ്പൊ അപർണ സൂചിപ്പിച്ചതുപോലെ രാജ്യത്ത് ആകെയുള്ള കോവിഡ് കേസുകൾ ഏതായാലും 4500ഓളം വരുന്ന കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൽ 5 മരണം റിപ്പോർട്ട് ചെയ്തപ്പോൾ കേരളം അതിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ കൂടുതൽ ഉള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനം സുരക്ഷിതമാണ്. അങ്ങനെയല്ല, നമ്മുടെ സംസ്ഥാനം സുരക്ഷിതമല്ല എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മൾ കുറെ കൂടി ഉറക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുകയും നമ്മുടെ ആരോഗ്യ മേഖല ശ്രദ്ധിക്കുകയും ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തപ്പെടുകയും അത് കൂടുതൽ പരിശോധന നടത്താനാണെങ്കിൽ എല്ലാവരെയും പരിശോധിക്കണ്ടേ, അതിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, മഹാരാഷ്ട്രയിൽ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു, അവിടെ ഏറ്റവും കൂടുതൽ മരണം റിപ്പോർട്ട് ചെയ്തു. കേരളം രണ്ടാമത് കോവിഡ് റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാ? കേരളമാണ്. ഇതിൽ മരണം റിപ്പോർട്ട് ചെയ്തതാണ് കേരളമാണ്. അപ്പൊ ഞാനതുകൊണ്ട് സൂചിപ്പിച്ചത് ഒരു ഏകദേശ കണക്കിന്റെ അടിസ്ഥാനത്തിൽ കേരളമാണ് ഏറ്റവും കൂടുതൽ രണ്ടാമത് കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ മരണം രണ്ടാമത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും. അങ്ങനെ വരുമ്പോൾ പരിശോധനയാണ് നമ്മളുടെ എണ്ണം കൂട്ടിയതെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്നുള്ള വാദമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മരണം കുറയേണ്ടതായിരുന്നു. അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. അപ്പൊ എല്ലാ സംസ്ഥാനത്തും ഉണ്ടായിരുന്ന ആനുപാതികമായിട്ടുള്ള കണക്ക് തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞ ഞാൻ സൂചിപ്പിച്ചത്, നമ്മുടെ ആരോഗ്യ മേഖല എത്ര സുശക്തമാണ്, ഹോസ്പിറ്റലുകൾ സുശക്തമാണ്, നമ്മുടെ പൊതു ആരോഗ്യ മേഖല സുശക്തമാണ് എന്ന് പറയുമ്പോഴും ഈ കോവിഡ് മാത്രമല്ല മറ്റു മഹാമാരികളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ നിപ്പ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്, മറ്റു സംസ്ഥാനങ്ങളെക്കാൾ അപ്പുറത്ത്. അപ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമായി കേരളം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പിന്നോട്ട് തീർച്ചയായും. ശരി, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്, ആ ഒരു വാദം അത് ഇന്നത്തെ ഞാൻ ഡോക്ടർ സന്തോഷ് കുമാറിലേക്ക് കൂടെ വരാം. അതിനു മുൻപ് ശ്രീ MS വേണുഗോപാൽ,